ഇവർ പറയുന്ന ജോലിക്ക് പോകണം, ഞാൻ തിരിച്ച് ഗൾഫിൽ പോകണം, ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കാൻ എനിക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ലാവുന്ന ഗൾഫിൽ നിന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാസർക്കയുടെ വീട്ടിൽ. നാസർക്കയുടെ അവസ്ഥ ഉണ്ടല്ലേ, കഴിഞ്ഞ 10-33 വർഷം ഒരു വീടിന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി, ഇവരുടെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം മുഴുവൻ ഗൾഫിലെ പ്രവാസ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു ആയുസ് കാലം മുഴുവൻ ജോലി ചെയ്ത് സുഖമില്ലാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനി അദ്ദേഹത്തിനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. കൊടുക്കേണ്ട അവകാശങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് അയച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ, ഒരു പ്രവാസി ആയതുകൊണ്ട് ഇത്ര കാലം അദ്ദേഹത്തിനെ കറന്ന് ജീവിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ, ഒരു സ്ത്രീ എന്ന് പോലും അവരെ വിളിക്കാൻ കൊള്ളില്ല. അവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ വെളിയിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇനിയും അവർക്ക് വേണ്ടി ചെലവിന് കൊടുക്കാൻ വേണ്ടി ഇനിയും ഗൾഫിൽ പോയി കഷ്ടപ്പെടണം, ഈ വയ്യാത്ത മനുഷ്യൻ. സോഷ്യൽ മീഡിയ ഇതാണ് ഇന്നത്തെ കാലത്ത് ഒരാളെയും വിശ്വസിക്കരുതെന്ന്. നമ്മളിപ്പോൾ പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് മോട്ടിവേഷൻ പോസ്റ്റ്, അതിനകത്ത് മിനിമം എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും. അത് എത്ര കുടുംബങ്ങളൊക്കെ വലുതൊക്കെ തന്നെയാണ്, പക്ഷെ നമുക്കും വേണ്ടിയും കുറച്ചെങ്കിലും കരുതി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാവും. നമ്മളെ മക്കൾക്കൊക്കെ പൈസ കൊടുക്കണ്ട വെച്ചാൽ കുടുംബം നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പൈസയൊക്കെ സൂക്ഷിച്ച് നമുക്കും വേണ്ടിയും കുറച്ചെങ്കിലും കരുതി വയ്ക്കണം. ഇത് ഈ ഒരു പ്രവാസിയുടെ മാത്രം കാര്യമല്ല, മിക്ക പ്രവാസികൾക്കും ഇത് തന്നെയാണ് പറ്റുന്നത്. അവരവിടെ പോയി കഷ്ടപ്പെട്ട്, അദ്ദേഹം കറന്നിട്ടാണെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. മറ്റേ പുള്ളി പറഞ്ഞത് അദ്ദേഹം കറന്നിട്ടാണെന്ന്. അപ്പോൾ ഒട്ടകത്തെ കറങ്ങുന്ന പരിപാടിയായിരിക്കും. അദ്ദേഹം അവിടെ പോയി കഷ്ടപ്പെടുത്ത അസുഖമായിട്ട് അവിടെ നിന്ന് വിട്ട് വീട്ടിലേക്ക് വന്നപ്പം അവർ അയച്ചു തന്ന കാശിന് കുറച്ചെങ്കിലും ഒരു, സത്യം പറഞ്ഞാൽ ഒരു പുഴുത്ത പട്ടിയോട് കാണിക്കാൻ ദയ പോലും അവർ കാണിച്ചില്ല. വീട്ടിൽ നിന്ന് പുറത്തിറക്കി. അത് എന്ത് ഭാര്യയാണെന്ന് ആലോചിച്ചോ. അവരെന്നെ മെഷീനാണോ? ആ ഭർത്താവ് എന്നെ മെഷീനാണ്, ആ ചേട്ടൻ എന്നെ മെഷീനും വല്ലതാണോ പൈസ പണിയാൻ വേണ്ടി? ഇത് കണ്ട, പണം ഉണ്ടെങ്കിലേ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു വിലയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നേരത്തെ ഉപേക്ഷിക്കുക, സ്വന്തമായിട്ടെങ്കിലും കരുതി കൈ പിടിക്കുക. അത് എത്ര നിങ്ങൾ പൈസയൊന്നും കൊണ്ടുപോകാൻ പോകില്ല. അപ്പോൾ പലരും പറയും പൈസയൊന്നും നമ്മൾ കൊണ്ടുപോകില്ല അവിടെ, പക്ഷേ പൈസയൊന്നും കൊണ്ടുപോകില്ല. പക്ഷെ നമ്മൾ മരണം വരെയെങ്കിലും ഒരു പൈസക്കാരനായിട്ട് ഒരു പൈസയെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ടൊരു പൈസയെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഈ ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഒരുപാട് വിശ്വസിച്ചാൽ ഇതുപോലൊരു ചേട്ടനെ കണ്ട് ഇതുപോലെ ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കയുടെ അക്കൗണ്ടിലേക്ക് വെച്ച് കൊടുത്തു. ഭാര്യ വേറെ ഒരുത്തൻ്റെ കൂടെ പോയി. ആ പുള്ളി ലൈവിൽ വന്നിടന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയെങ്കിലും കരുതി വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെയായിരിക്കും നമ്മുടെ അവസ്ഥ.